ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും എന്താണ് പരിപാടി? ഉച്ചക്കത്തേക്കുള്ള ഊണിനുള്ള ഒരുക്കമായിരിക്കും കേട്ടോ. ഊണിനുള്ള ഒരുക്കമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം കയറി നോക്കിയവർ കാണാൻ സമയമില്ലെങ്കിൽ പിന്നെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എൻ്റെ ഫുൾ വീഡിയോ അത്യാവശ്യം ഒരു ഹോംലി നല്ലൊരു സീൻസൊക്കെ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ മെനഞ്ഞാന്നുണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആണ് കേട്ടോ. നമ്മളുടെ വീട്ടിൽ പഴക്കൊല ഉണ്ടായ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ കണ്ടു കാണാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം പഴം ധാരാളം ഉള്ളപ്പോൾ മിക്ക ദിവസങ്ങളിൽ എന്തായിരിക്കും പുട്ടും പഴവും ഒക്കെ ആയിരിക്കും നമ്മളുണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു അസിഡിറ്റി പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് അരിയാഹാരത്തിൻ്റെ കൂടെ ഈ പഴം വെച്ചിട്ട് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നെഞ്ചരിച്ചിലും പുളിച്ചത് കെട്ടലും അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ അത്ര വലിയ കുഴപ്പമില്ല. എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഗോതമ്പിനകത്ത് പഴം ഉള്ള അപ്പം ഉണ്ടാക്കുന്നതിനേക്കാളും കുമ്പിളപ്പം നമ്മളുടെ വഴനയിലയിൽ ഉണ്ടാക്കുന്നത് കഴിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഇതും വലിയ പ്രശ്നമില്ല, എന്നാലും കുറച്ചുകൂടെ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് കുമ്പിളപ്പമാണ് കേട്ടോ. പക്ഷേങ്കിൽ കുമ്പിളല എടുക്കാൻ പോകാനുള്ള മടിയുണ്ട്. ഞങ്ങളിത് എന്താണ് തവയിൽ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു, അപ്പം പോലെ കേട്ടോ. ഇത് മമ്മിയുടെ അമ്മ മമ്മിക്ക് പറഞ്ഞു കൊടുത്ത റെസിപ്പിയാണ്. വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് കഴിയുമ്പോൾ മമ്മിക്ക് വീട്ടിൽ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മമ്മി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പണ്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഹസ്ബൻഡിന് ഇതൊന്നും പ്രത്യേകിച്ച് ഇഷ്ടമേ ഉള്ള സാധനങ്ങളല്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെങ്കിൽ എന്താണ് കുറച്ച് ഹെൽത്തി സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് പുള്ളിയും കൂടെ ഞാൻ കഴിപ്പിക്കുമായിരുന്നു കേട്ടോ. പുള്ളി ഇപ്പോൾ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളും തിരക്കിലായതുകൊണ്ടാണ് കേട്ടോ. ഇതെൻ്റെ വീടാണ്, എൻ്റെ മമ്മിയും പപ്പയും ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവർക്കും ഒരു ഹെൽപ്പാവും, കുഞ്ഞിനും ഒരു സന്തോഷമാവും. ഇപ്പോൾ എല്ലാവരും ഇവിടെ ജോളിയായിട്ടങ്ങ് ജീവിക്കാമല്ലോ. അപ്പോൾ പിന്നെ എന്താണ് മമ്മി ഇപ്പം പഴം ഇന്ന് നമ്മളുണ്ടാക്കിയപ്പം, അതായത് ഇതിപ്പോൾ ഇന്നാണ് ഞാൻ അപ്ലോഡ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇത് കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം എന്താണ് ഇന്ന് ഉണ്ടാക്കിയപ്പോൾ എന്താണ് 4 പഴം എടുത്തിട്ടുള്ളൂ. വീണ്ടും ഇന്നെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ 4 പഴം എടുത്തിട്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു ദിവസം ഉണ്ടാക്കിയപ്പം 5 പഴം എടുത്തിരുന്നു കേട്ടോ. 5 പഴം എടുത്തപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടി. പിന്നെ കുറച്ചുകൂടെ ഫ്ലേവേഡ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. എന്നാലും നമ്മളൊരു 2 ഏലക്കായൊക്കെ പൊടിച്ച് ചതച്ച് ചേർക്കണം. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആവും. കുഞ്ഞുങ്ങൾക്കും കഴിക്കാനൊരു ഇഷ്ടമൊക്കെ തോന്നും ഈ ഏലക്കയുടെ ഫ്ലേവർ വരുമ്പോൾ കേട്ടോ. എന്നാലും പഴത്തിന് നല്ല മധുരമുള്ള നമ്മളുടെ വീട്ടിലുണ്ടായ കൊലയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത് കേട്ടോ. നമ്മൾ മാക്സിമം അടുത്ത വീട്ടിലാണ് കേട്ടോ പഴക്കൊല ഉണ്ടായിക്കഴിഞ്ഞാൽ കൊടുക്കുന്നത്. പുറത്ത് കൊടുക്കുന്നത് വളരെ കുറവാണ്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മൾ വാഴയൊക്കെ നട്ടിട്ട് അതിനെ സംരക്ഷിച്ച് കൊല വെട്ടിയെടുത്ത് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ വലിയ വിലയൊന്നും കിട്ടില്ല. അപ്പം നമുക്ക് മുതലാവില്ലല്ലോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഓർഗാനിക്കായിട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് കടയിൽ കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ അടുത്ത വീടുകളിലൊക്കെ ഷെയർ ചെയ്യും കേട്ടോ, നമ്മളുടെ നെയ്ബേഴ്സിന്. അപ്പോൾ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് എപ്പോഴും ഇങ്ങനെ നമ്മൾ ഡെയിലി ഇങ്ങനെ നമുക്ക് മിക്കപ്പോഴും ദിവസവും കാണും കേട്ടോ ഓരോ കൊലയൊക്കെ ദൈവം അനുവദിച്ച്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കൊലയൊക്കെ അവർക്ക് കൊണ്ടു കൊടുത്താൽ അവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ഇത്തവണ നമ്മൾ ഒരെണ്ണം കടയിൽ കൊടുക്കാൻ വേണ്ടി എടുത്തു. പിന്നെ ഒരു കൊലയാണ് കേട്ടോ ഇത്. അങ്ങനെ എന്താണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ മമ്മി ഇവിടെ ഏകദേശം പരിപാടിയായല്ലേ. അപ്പം നമുക്കിനി ഇതിലേക്ക് വരാം കേട്ടോ. അപ്പം മമ്മി ആ പഴമൊക്കെ നല്ലതുപോലെ മാഷ് ചെയ്തെടുത്ത് ഗോതമ്പ് പൊടി എടുത്തത് നിങ്ങൾ കണ്ടല്ലോ. അത്രയും തവി, ഒരു 2-3 തവി എടുത്തായിരുന്നു കേട്ടോ. 2-3 തവിയും ഈ 4-5 പഴവും പിന്നെ ഏലക്കായും തേങ്ങായും ശർക്കരപ്പാനി നമ്മൾ ഉണ്ടാക്കി അങ്ങ് വെച്ചേക്കുവാണ് കേട്ടോ. ഫ്രിഡ്ജിൽ ആവശ്യം വരുമ്പോൾ എന്തെങ്കിലും ഇതുപോലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് പാനിയാക്കി വെച്ച ശർക്കരയും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എല്ലാം കഴിഞ്ഞിട്ട് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൂടെ ചേർക്കുക കേട്ടോ. വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ഒരു തവയിൽ വെച്ചിട്ട് ഇത് ചുട്ടെടുക്കുന്നു. അത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. അപ്പോൾ ദേ എന്നെ എടുത്തതാണ് കേട്ടോ. ഞാനിവിടെ ഇവിടെ ബാക്കിലുണ്ട് എന്നറിയിക്കാൻ. ഇതിൻ്റെ പുറകെ ഞാനും ഉണ്ട് കേട്ടോ. വീഡിയോ എടുക്കലും മാത്രമല്ല തേങ്ങാ തിരുമലും ബാക്കി പാത്രം കഴുകലും സംഭവങ്ങളും എല്ലാം മമ്മിക്ക് ഞാൻ ചെയ്ത് കൊടുക്കും കേട്ടോ. കാരണം ഒറ്റയ്ക്ക് ചെയ്താൽ പാവൻ ടയേർഡായി പോവില്ലേ. അപ്പോൾ ദേ മമ്മി ഇതുപോലെ ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വഴനയിലയിൽ എന്തൊക്കെ ഇട്ടാണോ ഉണ്ടാക്കുന്നത് അതേ മിക്സാണ് കേട്ടോ. അപ്പോൾ 2 തവ വെച്ചിരിക്കുന്നത് പെട്ടെന്ന് സംഗതി ചുട്ട് കഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കേണ്ട വരും. അപ്പോൾ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇന്ന് കുഞ്ഞിന് സ്കൂളിൽ പോകണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലത്തെ ഐറ്റമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. കുഞ്ഞിന് സ്കൂളിൽ പോകുന്ന ദിവസം മിക്ക ദിവസവും ഇഡ്ഡലി ദോശയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ചോറ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇഡ്ഡലി ദോശയോ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടാമല്ലോ. ഈ അപ്പമൊക്കെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ആൾക്ക് വിഷമമാണ് കേട്ടോ. അപ്പോൾ എന്താണ് വെള്ളയപ്പം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങാനും കൊച്ചിന് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ വേറൊരു ഓപ്ഷനായിട്ടാണ് കേട്ടോ വെള്ളയപ്പം. ഇന്നലെ ഉണ്ടായിരുന്ന കുറച്ച് മാവാണ്, അത് നമ്മൾ ചുട്ടെടുത്ത്
എടുത്തു. അതിൻ്റെ കൂടെ മുട്ട നമ്മൾക്ക് വീട്ടിൽ താറാവും കോഴിയൊക്കെ ഉള്ളത് കൊണ്ട് ഇരുന്നാലും ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടി മുട്ട ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. കൂടെ നമ്മൾ ഇന്നലത്തെ ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ, അത് നമ്മളങ്ങ് ചൂടാക്കി രാവിലെ എടുത്തു. ഫ്രിഡ്ജിലിരുന്നാലും ഓവറായിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ തലേന്ന് ഉണ്ടാക്കിയത് പിറ്റേ ദിവസം മാക്സിമം രാവിലെ തന്നെ ഞാനെടുത്ത് ചൂടാക്കിയാൽ കഴിക്കാൻ ശ്രമിക്കും കേട്ടോ. എനിക്ക് അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ല, അന്നൊന്ന് ഉണ്ടാക്കുന്ന അന്നൊന്ന് കഴിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. പക്ഷേ പിന്നെ സാഹചര്യങ്ങൾ നമുക്ക് എല്ലാം കൂടി ഇരുന്നൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അത് നോക്കിയിട്ട് അധികം വന്നാൽ കളയാതെ കഴിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നെയ്യ് ഇട്ടിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇത് ഇതുപോലെയാണ് കേട്ടോ പരത്തി കൊടുക്കുന്നത്. അല്ലാതെ നമുക്ക് തവി കൊണ്ട് കോരി ഒഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനത്തെ അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ഇടണം കേട്ടോ. അത് കമൻറ്റൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമല്ലേ, മറ്റുള്ളവരുടെ വീട്ടിലും നമ്മളെപ്പോലെയൊക്കെ ഉണ്ടാക്കുമെന്ന്. ഞാൻ യൂട്യൂബിൽ ഇതുവരെ ഇങ്ങനൊരു വീഡിയോ സെർച്ച് ചെയ്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല, വേറൊന്നും കൊണ്ടല്ല, നമുക്കറിയാമല്ലോ. അപ്പം നോക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്കറിയാത്തതൊക്കെ ആണെങ്കിൽ റെസിപ്പീസ് നമ്മൾ സെർച്ച് ചെയ്ത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പരത്തിയതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ നല്ലതുപോലെ വെന്ത് നല്ല മുരുമുരാന്ന് മുരിഞ്ഞ് കിട്ടും. ദോശയാണേലും അപ്പം ഞാനിങ്ങനെ അടച്ച് വെക്കാറില്ല, നമ്മൾ പാലപ്പമൊക്കെ അടച്ച് വെക്കാറുള്ളൂ. ദോശ ഇതുപോലുള്ള അപ്പങ്ങളൊക്കെ ഇങ്ങനെ അടച്ച് വെച്ച് എടുക്കുമ്പോൾ നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കും കേട്ടോ. പിന്നെ എന്താണ്, കുറച്ച് കയ്യിൽ വെള്ളം നനച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ച് മൊത്തം സീനാവും. വെള്ളം അതിൽ തൊട്ട് ഇങ്ങനെ അമക്കി പരത്തി കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെള്ളമൊക്കെ ചൂടി വരുമ്പോഴത്തേക്ക് അങ്ങ് വലിഞ്ഞോളും. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു അടപ്പം കൊണ്ട് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഫൈനലി അത് കുറച്ച് വേവൊക്കെ ആയിന്ന് തോന്നിക്കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കാണുമല്ലോ, തുറന്ന് നോക്കിയിട്ട് നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇവിടുത്തെ മോൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ല കേട്ടോ, ഇഷ്ടമാണ്. പിന്നെ എന്താണ് എങ്ങാനും വേണ്ടെന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടും പിന്നെ നമ്മളുടെ അപ്പത്തിൻ്റെ മാവ് ഫ്രിഡ്ജിലിരുന്ന് കഴിഞ്ഞാലും ചിലപ്പോൾ പുളി അപ്പത്തിന് ചിലപ്പോൾ പുളിച്ചൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ കുറച്ച് നേരം കൂടുതലിരുന്ന് കഴിഞ്ഞാൽ മാവ് പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പൊങ്ങാതെ കല്ലിച്ചൊക്കെ ഇരിക്കില്ലേ, അങ്ങനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇരുന്ന മാവ് രാവിലെ അങ്ങ് ചുട്ടത്. ആർക്കെങ്കിലും വേണമെങ്കിൽ കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഏകദേശം നമ്മളുടെ വീഡിയോയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.